എല്ലാം തന്റെ കഴിവാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തിയ ആളാണ് എളവള്ളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിയോ ഫോക്സ് എന്ന് മുരളി പെരുന്നെല്ലി MLA പറഞ്ഞു. സോപ്പുകുമിളയുടെ ആയുസ്സ് ഇത്തരം കാര്യങ്ങൾക്ക് ജനങ്ങൾ നൽകുവെന്നും MLA കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം നിർമ്മിച്ച ഗ്രാമസ്വരാജ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. വാഗമറ്റം PWD റോഡ് നിർമ്മാണം കഴിഞ്ഞപ്പോൾ ഇലക്ട്രിക് പോസ്റ്റുകളിൽ സ്വന്തം ഫോട്ടോ പതിപ്പിച്ച വ്യക്തിയാണ് ജിയോ ഫോക്സ്. മുഖ്യമന്ത്രിയുടെയോ MLAയുടെയോ ഫോട്ടോ അതിൽ ഉണ്ടായിരുന്നില്ല. നുണപ്രചരണമാണ് അദ്ദേഹം നടത്തിയിരുന്നതെന്നും MLA കുറ്റപ്പെടുത്തി. എളവള്ളി കാക്കശ്ശേരി അനശ്വര റോഡിന് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുമെന്നും MLA പറഞ്ഞു. ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന ഗവൺമെൻറ് വേണം. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൽ പ്രശ്നമൊന്നും പരിഹരിക്കുന്നില്ല. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇയാളുടെ കീഴിൽ നടന്നത് ഏത് സർക്കാരിൻ്റെ പണം കൊണ്ടാണ്? രണ്ടാമത്തെ വാചകം എന്താണ്? അതിനായി ഒരു പുതിയ ഗവൺമെൻറ് വരും. അതുകൊണ്ടാണ് ഞാൻ പോണത്. എന്ന് വെച്ചാൽ അധികാരം എവിടെ ഉണ്ടാവും അവിടെ അത് വരുന്നുള്ള സങ്കല്പത്തിലാണ് പോണേ. അത് മലക്കുടിക്കാരന് സ്വപ്നം പോലെയാകുന്നല്ലാണ്ട് വേറൊന്നും വേണ്ട, മലർന്നടിച്ച് വീഴുന്നുള്ള കാര്യം ഒരു തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടി ഒരു ഗവൺമെൻറ് വരും. അപ്പോൾ ആ വരുന്നതിലേക്കാണ് പോണത്. എന്ന് വെച്ചാൽ കണ്ണ് എപ്പോഴും എവിടെയാണ്? കോഴിക്കുട്ടി തന്നെയാണ്. ചില ജന്തുക്കളുടെ കണ്ണുകൾ എപ്പോഴും അവിടെയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ അധികാരം നിലനിൽക്കുന്ന കൂട്ടിലേക്ക് മാത്രം കണ്ണു വെച്ചുകൊണ്ട് നീണ്ട 21 വർഷക്കാലം ഇവിടേക്ക് വന്ന് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, ബ്ലോക്ക് ഇതിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ അനുഭവിക്കാവുന്ന എല്ലാം അനുഭവിച്ചു. ഇനി ഇത് ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല, വരാൻ പോകുന്നത് അപ്പുറത്താണ്, മരിപ്പച്ച അപ്പുറത്താണെന്ന് കണ്ടുകൊണ്ട് അവിടേക്ക് ചേക്കേറുന്ന രൂപത്തിലുള്ള ഒരു വികലമായ ഇതെടുത്തു. ആ കുടിയേറ്റം തീർച്ചയായിട്ടും വളരെ അബദ്ധത്തിലേക്കുള്ള ഒരു കുടിയേറ്റമായിരിക്കുന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. കേരളത്തിലെ ഒന്നാം പിണറായി സർക്കാർ രണ്ടാം വട്ടം വന്നത് അസാധ്യമായതൊക്കെ നടപ്പാക്കിക്കൊണ്ട് പറഞ്ഞ കാര്യം നടപ്പാക്കിക്കൊണ്ട് രണ്ടാം വട്ടവും പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ നടപ്പാക്കി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും മൂന്നാം വട്ടവും ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ കാഴ്ച വരുമ്പോൾ മലർന്നടിച്ച് വീഴുന്ന പഴയ പ്രസിഡന്റ് നമുക്കിവിടെ കാണാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്